എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കമ്പ്യൂട്ടറിന്റെ പവർ ബട്ടൺ അമർത്തുവല്ലോ, ആ ഒരു നിമിഷം തൊട്ട് സ്ക്രീൻ തെളിയുന്നതുവരെ ആ കറുത്ത സ്ക്രീനിന് പിന്നിൽ എന്തൊക്കെയാവും നടക്കുന്നത്? ശരിക്കും ഒരു മാജിക് പോലെയാണല്ലേ? ആ ഒരു അത്ഭുത പ്രക്രിയയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആരും അതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല, അല്ലേ? കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നു തീരും. വെറുമൊരു ഇലക്ട്രിക് സിഗ്നൽ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസോ മാക്കോ ഒക്കെയായി മാറുന്നത്? ഭയങ്കര രസമുള്ളൊരു കാര്യമാണിത്. വാ, നമുക്കതൊന്ന് നോക്കാം. അപ്പോ ഈ മൊത്തം പ്രോസസ്സിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 4 സ്റ്റെപ്പായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ആ ഒരു ആദ്യത്തെ സ്പാർക്ക്, പിന്നെ ഒരു പ്രധാനപ്പെട്ട കൈമാറ്റം, അതിനുശേഷം സിസ്റ്റത്തിന്റെ ബ്രെയിനിനെ ഉണർത്തുന്നു, അവസാനം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് എല്ലാം റെഡിയാക്കുന്നു. ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? നമ്മള് ആ പവർ ബട്ടണിൽ വിരലമർത്തുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ്. ആ ഒരൊറ്റ ക്ലിക്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ്സാവും. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇതിലെ ആദ്യത്തെ ആള് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബയോസ് ആണ്. അപ്പോ എന്തായി ബയോസ് എന്ന് പറഞ്ഞാൽ? ഇതിനെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഒരു സൂപ്പർവൈസറെ പോലെ കാണാം. മദർ ബോർഡിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞൻ ചിപ്പാണ് സംഭവം. നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കണ്ണു തുറക്കുന്നത് ഈ പ്രോഗ്രാമാണ്. എന്നിട്ട് പുള്ളി ഒരു ഹാജരെ വിളിക്കും. റാം എവിടെയുണ്ടോ, ഹാർഡ് ഡ്രൈവ് റെഡിയാണോ, കീബോർഡ് ഓക്കെ അല്ലേ എന്നൊക്കെ. അതായത് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹാർഡ്വെയറും പ്രവർത്തിക്കുന്നുണ്ടോന്ന് ഒരു ബേസിക് ചെക്കപ്പ് നടത്തും. ഈ ചെക്കപ്പ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്ക് ജോലി തുടങ്ങാൻ പറ്റൂ. ഇനി ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബയോസ് ഒരു റിലേ ഓട്ടത്തിലെ ആദ്യത്തെ ഓട്ടക്കാരനെ പോലെയാണ്. ഫിനിഷിംഗ് ലൈൻ വരെ ഓടേണ്ട കാര്യം ഒന്നും പുള്ളിക്കില്ല. ആകെ ചെയ്യേണ്ടത് കയ്യിലുള്ള ബാറ്റൺ ഒരു കുഴപ്പവുമില്ലാതെ അടുത്ത ഓട്ടക്കാരന് കൈമാറുകയെന്നത് മാത്രമാണ്. ആ കൈമാറ്റമാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ ബയോസിൽ നിന്ന് ആ ബാറ്റൺ ഏറ്റുവാങ്ങാൻ വരുന്ന ആളാണ് ബൂട്ട് ലോഡർ. ഇതാണ് നമ്മുടെ കഥയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഹാൻഡ് ഓഫ്. ഈ ബൂട്ട് ലോഡർ എവിടെയായിരിക്കുന്നതെന്നറിയോ? നമ്മുടെ ഹാർഡ് ഡിസ്കില്. ബയോസിനേക്കാൾ കുറച്ചുകൂടി സ്മാർട്ടാണ് ഈ പ്രോഗ്രാം. കാരണം ഇതിന്റെ ജോലി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ ഫയലുകളൊക്കെ കിടക്കുന്ന ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തലച്ചോറ്, അതായത് കേർണൽ എന്ന് പറയുന്ന സംഭവത്തെ തപ്പിയെടുക്കണം. അതാണ് ഇതിന്റെ പ്രധാന ജോലി. അപ്പൊ കണ്ടില്ലേ, ബൂട്ട് ലോഡർ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബ്രെയിൻ കണ്ടെത്തിക്കഴിഞ്ഞു. അതോടെ അതിന്റെ പണി കഴിഞ്ഞു. വീണ്ടും ഒരു കൈമാറ്റം. ഈ ഓരോ സ്റ്റെപ്പിലുള്ള ആൾക്കാർക്കും വളരെ കൃത്യമായി ഒരു ഒറ്റ ജോലി മാത്രമേ ചെയ്യാനുള്ളൂ. അതാണ് ഈ ഒരു പ്രോസസ്സിന്റെ ഭംഗി. ഇനിയാണ് ശരിക്കുള്ള കളി തുടങ്ങുന്നത്. നമ്മൾ ഈ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയം അല്ലെങ്കിൽ തലച്ചോറ് എന്നൊക്കെ പറയാവുന്ന ആ കേർണലിനെ നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക്, അതായത് റാമിലേക്ക് ലോഡ് ചെയ്യുന്നു. ഇവിടെ നിന്നാണ് കമ്പ്യൂട്ടർ ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. കേർണൽ റാമിലേക്ക് ലോഡായിക്കഴിഞ്ഞാൽ പിന്നെ സീനങ്ങ് മാറും. ഒരു കമ്പനിയിലേക്ക് പുതിയൊരു സിഇഒ വരുന്നത് പോലെയാണ്. ബൂട്ട് ലോഡറിന്റെ കയ്യിൽ നിന്ന് എല്ലാ നിയന്ത്രണവും കേർണൽ ഏറ്റെടുക്കും. എന്നിട്ട് സിസ്റ്റത്തിലെ ബാക്കിയുള്ള എല്ലാത്തിനെയും വിളിച്ചുണർത്തി പണിയേൽപ്പിക്കാൻ തുടങ്ങും. ഇനി മുതൽ പ്രോസസ്സർ എന്ത് ചെയ്യണം, മെമ്മറി ആർക്കൊക്കെ എത്ര കൊടുക്കണം, ഇങ്ങനെയുള്ള എല്ലാ വലിയ തീരുമാനങ്ങളും എടുക്കുന്നത് ഈ കേർണലാണ്. അപ്പോ ഇപ്പൊ സിസ്റ്റത്തിന്റെ ഫുൾ കൺട്രോൾ കേർണലിന്റെ കയ്യിലാണ്. പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് സിസ്റ്റം ഇപ്പോഴും റെഡിയായിട്ടില്ല. സ്ക്രീനിലൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് കാണാനും ഉപയോഗിക്കാനും പറ്റുന്ന പ്രോഗ്രാമുകളും സർവീസുകളുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് കേർണലിന്റെ അടുത്ത പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി. വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു മെഷീൻ എന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റമാക്കി കമ്പ്യൂട്ടറിനെ മാറ്റുന്ന ആ ഒരു ഫൈനൽ സ്റ്റെപ്പാണിത്. ഈ ഘട്ടത്തില് കേർണൽ ഒരൊറ്റ പ്രോസസ്സിനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇതിനെ ഇനിറ്റ് എന്നോ അല്ലെങ്കിൽ പുതിയ സിസ്റ്റംസിൽ സിസ്റ്റം ഡി എന്നോ പറയും. ഇതിനെ നമുക്ക് എല്ലാ പ്രോസസ്സുകളുടെയും ഒരു മുതുമുത്തച്ഛനായിട്ട് കണക്കാക്കാം. കാരണം പിന്നീട് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും ഇതിന്റെ മക്കളോ മക്കളുടെ മക്കളും ആയിരിക്കും. നമ്മുടെ ലോഗിൻ സ്ക്രീൻ, വൈഫൈ കണക്ഷൻ, സൗണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സർവീസുകളും തുടങ്ങിവെക്കുന്നതും ഈ ഒരു ഒറ്റ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നറിയാൻ അതിന്റെ പ്രോസസ് ഐ ഡി, അതായത് PID നോക്കിയാൽ മതി. അത് എപ്പോഴും ഒന്നായിരിക്കും, നമ്പർ 1. എന്തുകൊണ്ടാണെന്നോ? കാരണം സിസ്റ്റത്തിലെ ബാക്കി എല്ലാ യൂസർ പ്രോസസ്സുകളും സ്റ്റാർട്ടാവുന്നത് ഇതിൽ നിന്നാണ്. ഇതാണ് എല്ലാത്തിന്റെയും തുടക്കം, ഒന്നാമൻ. അപ്പം ഒന്നാലോചിച്ച് നോക്കിക്കേ,
വെറുമൊരു ഇലക്ട്രിക് സിഗ്നലിൽ നിന്ന് തുടങ്ങിയൊരു യാത്രയാണ്. അത് ബയോസിന് കിട്ടുന്നു, ബയോസ് അത് ബൂട്ട് ലോഡറിന് കൈമാറുന്നു, ബൂട്ട് ലോഡർ കേണലിനെ കണ്ടെത്തുന്നു, കേണൽ ബാക്കി എല്ലാത്തിനെയും സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് നമുക്കുപയോഗിക്കാൻ പാകത്തിന് ഒരു കമ്പ്യൂട്ടർ റെഡിയാവുന്നു. ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ ഇത്? അപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് എന്റെ ഒരു ചോദ്യം, ബയോസ്, ബൂട്ട് ലോഡർ, കേണൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ കമ്പ്യൂട്ടർ ശരിക്കും ആദ്യം റൺ ചെയ്യുന്ന പ്രോഗ്രാം ഏതാണെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? ഉത്തരം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എന്തായാലും അടുത്ത തവണ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ആവുമ്പോൾ ആ ഇരുണ്ട സ്ക്രീനിന് പിന്നിൽ നടക്കുന്ന ഈ അത്ഭുത യാത്രയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ.